എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ എടാ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ അറിവുള്ളവരോട് ചോദിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ മുഷാവറ ചെയ്യണം, വിവരമുള്ളവരോട് പോയി ചോദിക്കണം. എന്നാ പച്ച മലയാളം പറഞ്ഞ വീട് വെക്കാൻ പോകുമ്പോ നീ ആദ്യം ചോദിക്കേണ്ടത് ആരോട്? അതിനെക്കുറിച്ച് അറിയുന്ന ഉസ്താദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, അവരോട് പോയി ചോദിക്ക്, ഇവിടെ വീട് വെക്കാൻ പറ്റുമോ ഇല്ലയോ. ഒരു കച്ചവടം തുടങ്ങുന്ന സമയത്ത്, ഒരു ബിസിനസ് തുടങ്ങുകയാ, ചാടിക്കേറി കുറെ ഒരു കടയും എടുത്തുകൊണ്ട് ലക്ഷങ്ങൾ കളയലല്ല. ഈ നാട്ടിലെ കച്ചവടക്കാരോട് ചോദിക്കണം, ഈ കച്ചവടം ഇവിടെ നടത്തിയ വിജയിക്കാൻ പറ്റുമോ, രക്ഷപ്പെടുമോ എന്ന് അറിവുള്ളവരോട് ചോദിക്ക്. നമ്മൾ ചോദിക്കൂലല്ലോ, നമ്മൾ അങ്ങനെ ആരോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. നമുക്ക് ഈഗോയാ, ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മുടക്കിക്കളയുമെന്നുള്ള പേടി. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്, ചാടിപ്പടച്ച് തീരുമാനമെടുക്കരുത്. അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ടാ പലരും ഇന്ന് കണ്ടുപിടിക്കുന്നത് റോഡിന്റെ ചാരത്ത് നിന്നിട്ടൊന്ന് ചിരിച്ച പെണ്ണിനെ കണ്ട ഉടനെ ചിരിച്ചു കാണിച്ചു, ഫോൺ നമ്പർ വാങ്ങി, പുറകെ നടന്നു വളച്ചു, പിന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോഴോ കണ്ണീര് കുടിച്ചോണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ ചിന്തിക്കേണ്ടതാ എന്ന് ആലോചിച്ച് കുടുംബക്കാരും നിന്റെ കാരണവന്മാരും എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്തിരുന്ന കാര്യം അവർ 100 വട്ടം ആലോചിക്കും. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എടാ നീ സ്വന്തമായിട്ടൊരു പെണ്ണിനെ കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് അത് നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും ഏൽപ്പിക്ക്. കാരണം നിന്റെ കൂടെ നടന്നാൽ കൊള്ളാവോ ഇല്ലയോ എന്ന് നിന്നെക്കാളും നല്ലതുപോലെ അറിയണത് അവർക്കാ. നീ വിചാരിക്കുന്ന അതാ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. അവിടെ ചെറുപ്പ വലുപ്പമില്ല. ഇതാരാ മാതൃക കാണിച്ചു തന്നത്? ഇതാരാ മാതൃക? ഇങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ, കാണിച്ചു തന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ്ബ്, ഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ആദം നബിയുടെ സന്തതികളെയും സൃഷ്ടിക്കാൻ പോയപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാ? അള്ളാഹുവിനോട് മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അള്ളാഹു മലക്കുകളോട് ചോദിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോഴും മലക്കുകൾ പറഞ്ഞത് വേണ്ട അല്ലാഹ്, വേണ്ട പടച്ചവനെ, ഇവരെ സൃഷ്ടിക്കല്ലേ അല്ലാഹ്. അപ്പോഴും അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയുന്ന. അപ്പൊ അള്ളാഹുവാണ് ചോദിച്ചത്. അല്ലാഹിക്ക് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അള്ളാഹു മാതൃക കാണിച്ചു എന്ന് ചോദിച്ചു, മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാധിപതിയായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ അടിച്ചേൽപ്പിക്കുകയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എത്രയോ സമയത്ത് സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കിടങ്ങു കുഴിക്കുന്ന ചരിത്രം അറിയുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, സഹാബത്തിനോട് ചോദിച്ചു, എന്ത് ചെയ്യണം? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു വല്ല കിടങ്ങു കുഴിക്കുന്ന വഴി പറഞ്ഞു കൊടുത്തത്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഏത് കാര്യവും മുഷാവറ ചെയ്യ്, അറിവുള്ളവരോട് ചോദിക്ക്, ഒരു കൂടിയാലോചന നടത്ത്. അല്ലാതെ സ്വന്തം തീരുമാനം നീ എടുക്കരുത്. സ്വന്തമായിട്ട് നീ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ബറക്കത്തില്ല എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ അറിവുള്ളവരോട്, സയ്യിദന്മാരോട് ചോദിക്ക്, പണ്ഡിതന്മാരോട് ചോദിക്ക്. ഇനി ഉസ്താദന്മാരും തങ്ങന്മാരും വേണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കാരണവന്മാരുണ്ടല്ലോ, അറിവുള്ളവരുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, എന്തുകൊണ്ട് നീ ചോദിക്കുന്നില്ല? അവസാനം ഇതെല്ലാം കഴിഞ്ഞ് സർവ്വതും നഷ്ടപ്പെട്ടതിന് ശേഷം പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ചിന്തിക്ക്, കൂടെ കിടന്ന ഭാര്യ എന്തു പറയും? എടാ, ഒരു കച്ചവടം നടത്തിയിട്ട് അത് സർവ്വതും തകർന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോഴും പെണ്ണുപിള്ള പറയും, ഞാൻ അന്നേ പറഞ്ഞല്ലേ അനുഭവിക്കുന്നു. ഇതാ നമ്മുടെ ഭാര്യയും പറയാ.
എല്ലാവരും നമ്മളെ കൈയൊഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, അറിവുള്ളവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യവും ചെയ്യാവൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും തങ്ങൾമാരോ സയ്യിദന്മാരോ വീട്ടിൽ വരുമ്പോ പറയും ഇത് ശരിയായില്ല, ഇത് ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇടിക്കണമായിരുന്നോ, ഇതെങ്ങനെ പാടില്ല, ഇത് ഇങ്ങനെ വരാൻ പാടില്ല. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ആ മൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, സമാധാനമില്ല ഉസ്താദെ, കക്കൂസ് അങ്ങോട്ടിരിക്കുന്നു ഉസ്താദെ, വാതിൽ ഇങ്ങോട്ടിരിക്കുന്നു, നീ അങ്ങോട്ടിരിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയണില്ല. ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യം, അറിവുള്ളവരോട്. പല സമയങ്ങളിലും വീട് താമസം കയറുന്ന സമയത്ത് പോകുന്നവർ പിന്നെ ഓട്ടയിടല, പിന്നെ ഹോളിൽ നടക്കും, പിന്നെ അത് പൊളിക്കലായി ഇത് പൊളിക്കലായി. അറിവുള്ള ഒരാളോട് ചോദിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ വീട് പണിയുന്നവൻ അമുസ്ലിം ആണെങ്കിൽ ഓനും ബുദ്ധിയുണ്ട്. അവസാനം വീട് വെച്ചിട്ടൊരു ഹോൾ ഇടുന്ന എന്തിനാ? ഓൻ അറിവില്ലാഞ്ഞിട്ടല്ലോ. എടാ, വീടെന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സക്കന. വീടെന്ന് പറഞ്ഞ സമാധാനം കിട്ടുന്ന ഒരു ഇടവാ. വീട് വെക്കണേ എന്തിനാ? സമാധാനം കിട്ടാ. എടാ, നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ഹജ്ജിന് പോയാലും ഉംറയ്ക്ക് പോയാലും നീ എന്തേ പറയണേ? കുറച്ചു ദിവസം കഴിയുമ്പോൾ പറയാം, നാട്ടിൽ പോയി വീട്ടിൽ പോയിരുന്നെങ്കിൽ സമാധാനം ആയേനെ അല്ലാഹ്. ഇപ്പൊ വീടെന്ന് പറഞ്ഞ സമാധാനം തരുന്ന ഇടം. ഈ കാണുന്ന വലിയ 2 നില കൊട്ടാരമോ അല്ലെങ്കിൽ അങ്ങ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നുമല്ല. വീടിനകത്ത് സമാധാനം വേണമെങ്കിൽ, അതിനകത്ത് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ, സഹായം ഉണ്ടാകണമെങ്കിൽ നീ നോക്കിയും കണ്ടും ചെയ്യ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, അറിവുള്ളവരോട് നീ ചോദിക്കണം. അറിവുള്ളവരോട് നീ ചോദിക്കണം. ചോദിച്ചിട്ടാണ്, മുഷാവറ ചെയ്തിട്ടാണ് നീ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ, നിനക്ക് മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ തൃപ്തി അതിലുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അത് വീട് കെട്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലും നീ ചെയ്തിട്ടാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ എന്ത് ചെയ്തിട്ടും നിനക്ക് കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? ഞാൻ പറഞ്ഞതിന്റെ പച്ച മലയാളം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നവരാണ് വാഹനങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ മൂന്നാമത്തെ കാര്യം, ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, പണ്ട് വീട്ടിലൊരു തെങ്ങുണ്ട്. ആ തെങ്ങില് ആദ്യമായിട്ട് കൊലക്കണ തേങ്ങ എവിടെ കൊടുക്കണേ? പള്ളിക്ക് കൊടുക്കുമായിരുന്നു. ഒരു കോഴി വിരിച്ചിട്ട് ഒരു കോഴി വിരിച്ച പറയും ഒരു കോഴി പള്ളിക്കുള്ളതാ. ഒരു കൊല വന്നാൽ അതങ്ങനായിരുന്നു. ആദ്യത്തത് പള്ളിക്ക് കൊടുക്കണ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നാരാ? ആദ്യത്തത് നീ തന്നെ വെട്ടിയടിക്കണ കാലം. പള്ളിക്കും പട്ടത്തൊന്നുമില്ല. എടാ, ഈ റോഡിലൂടെ വണ്ടി പോകുന്നല്ലോ, വണ്ടി പോകുമ്പോ അവരെന്ത് ചെയ്യും? പള്ളിയുടെ വഞ്ചിപ്പെട്ടി കാണുമ്പോ ഇറങ്ങിയിട്ട് 1 രൂപ ഇടുന്ന. വെറുതെ ഇടുന്നയാന്നാ നീ വിചാരിച്ചേ? വെറുതെ ഇടുന്ന അല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയം, നീ കച്ചവടമാകട്ടെ വീടാകട്ടെ എന്തുമാകട്ടെ, നീ ചെയ്യാൻ തുടങ്ങുമ്പോ അള്ളാന്റെ തൃപ്തി മേടിക്കണം. അള്ളാന്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഒരു നന്മ ഒരു സദക്ക ചെയ്യുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ആരാപ്പ കൊടുക്ക? നമ്മൾ ആരെന്നറിയോ? ബക്കറ്റിന്റെ അകത്ത് 100 രൂപയുടെ നോട്ടിട്ടിട്ട് 90 തിരിച്ചു വാരും, 10 അള്ളാഹ്ക്ക് കൊടുക്കും. ഇതാ നമ്മുടെ അവസ്ഥയിലേക്ക്. കല്യാണ വീട്ടിൽ പോ, ഒരൊറ്റ ഉദാഹരണം. കല്യാണ വീട്ടിൽ പോ. കല്യാണമല്ലേ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഭവം? കല്യാണ വീട്ടിൽ പോയാൽ ആഡിറ്റോറിയത്തിന്റെ ഉടമ ചോദിക്കുന്ന പൈസ ഓന്, ഭക്ഷണം വെക്കാൻ വരുന്നവന് ഭക്ഷണക്കാരൻ ചോദിക്കുന്ന പൈസ, പന്തലിടാൻ വരുന്നവൻ അങ്ങനെ ക്യാമറാമാൻ ഓൻ ചോദിക്കുന്നത് കൊടുക്കും. എല്ലാവർക്കും ചോദിക്കുന്ന പൈസ തന്നെ. എന്നാൽ നിന്റെ നിക്കാഹ് നടത്തുന്ന ഉസ്താദ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നിക്കാഹ്,
ആ നിക്കാഹ് നടത്തുന്ന ഉസ്താദ് നിന്റെ കയ്യിൽ പിടിച്ച്, നിന്റെ ഭാര്യയുടെ വാപ്പാടെ കയ്യിൽ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാക്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദുആ ചെയ്യും. അയ്യുഹൽ അറൂസാൻ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വആഫിയ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബാക്കിയുള്ളവനൊക്കെ മൊബൈലും പിടിച്ചോണ്ട് നടക്കുക, നിന്റെ കൂടപ്പിറപ്പ്. നിന്റെ വാപ്പ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. നീ കല്യാണം വിളിച്ചവര് വന്ന് മുഴുവനും വന്നിട്ട് ആമീൻ പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്, ഓഡിറ്റോറിയത്തിൽ അടികൂടുന്നവരുണ്ട്. അപ്പൊ നിന്റെ നിക്കാഹ് കഴിഞ്ഞ അന്ന്, നിനക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുന്നു, അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അത് ചെയ്യണേ അല്ലാഹ്. ഇവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോ നീ വാപ്പാനോട് ചോദിക്കുക, എത്ര കൊടുക്കണം ഉപ്പാന്ന്, ഉസ്താദിന് എത്ര കൊടുക്കണോ? കല്യാണ ഓഡിറ്റോറിയംകാരൻ ചോദിച്ചപ്പോ നീ ചോദിച്ചോ 10 രൂപ കുറച്ച് തരണോന്ന് ചോദിച്ചോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഏറ്റവും നല്ല നന്മ ചെയ്ത മനുഷ്യന് കൊടുക്കുമ്പോഴും അവിടെ കൊടുക്കണമെങ്കിൽ നീ ചോദിക്കും. അതങ്ങനെ പള്ളിക്കാണെങ്കിലും നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നീ കൊടുക്കാൻ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടത്തിയിട്ട് 6 മാസം തികയുന്നതിന് മുമ്പേ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു സദക്ക കൊടുക്ക്. അത് മുൻഗാമികൾ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികൾ അങ്ങനായിരുന്നു. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും പടച്ചവനെ ഒരു സദക്ക കൊടുത്തിട്ട് പോകുന്നവരാ. ഇന്നും അതുകൊണ്ടാണ് പടച്ചവനെ SLC പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ടല്ലോ, അതാ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ടല്ലോ, അത് പള്ളിയാകട്ടെ അമ്പലമാകട്ടെ, എന്ത് കണ്ടാലും പടച്ചവനെ മതങ്ങൾ മറന്നുകൊണ്ട് അവിടെ ഒരു സദക്ക കൊടുത്തിട്ട് പോകുന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ വഴിയിൽ കാണുന്നവന്റെ കയ്യില് ഒരു സദക്ക കൊടുത്തിട്ട് പോകുന്നവരാണല്ലോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? അല്ലാഹുവിന്റെ സഹായം വേണോ? ആ സഹായം കിട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നീ സദക്ക ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടാ ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വെറുതെ കിട്ടില്ലടാ പൊന്നുമോനെ. പടച്ചവനെ, അതാ ഇവിടുത്തെ പരിപാടികളുടെ സംഘാടകരായ സഹചാരികളുടെ പ്രവർത്തകരായ ചെറുപ്പക്കാരോട് പറയുകയാ, ആംബുലൻസ് വാങ്ങുന്നതിന് വേണ്ടി പൈസ കൊടുത്തവരുണ്ടല്ലോ, പടച്ചവനെ രോഗികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെയ്യുന്നവരുണ്ടല്ലോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സദക്ക വെറുതെയാകില്ല, സദക്ക കൊടുക്കുന്നത് വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഈ കഷ്ടപ്പെടുന്നത് വെറുതെയാകില്ല. പടച്ചവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒരു ചരിത്രം പറയുകയാ. വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട്, നല്ല ഒരു ഇണയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട്, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളോട്, മോളെ, സമാധാനമുള്ള ഒരു ജീവിതം വേണോ? നല്ല ഒരു ഭർത്താവിനെ വേണോ? നല്ല ഒരു ഭാര്യയെ വേണോ? അതിന് ചെയ്യേണ്ട ഒരു നന്മയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിച്ചിട്ട് കണ്ണുനീര് കുടിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്നു, സന്തോഷത്തോടു കൂടി നടക്കുന്നു. പക്ഷേ വീടിന്റെ അകത്ത് കയറിയ സമാധാനമില്ലല്ലോ, ജീവിതം നരകമാണല്ലോ. ഭാര്യ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, തന്റെ ഭർത്താവ് നിസ്കരിക്കുന്നവനാകണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാകണം എന്ന് കരുതുന്ന പെങ്ങള്, അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലുകയാണ്. ഫിറഔനിന്റെ അനുയായികൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ വരികയോ. ആ സമയത്ത് അതാ ഒരാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, മൂസാ,
നിന്നെ പിടിക്കുന്നതിന് വേണ്ടി ഫിർഔനിന്റെ അനുയായികൾ വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയാ. മൂസാ നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടണം, ഞാൻ വഴി പറഞ്ഞു തരാം. മോനെ, മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ടു മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പോയി നിൽക്കുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കടന്ന് ഇടികൂടുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഇട കലർന്നുകൊണ്ട് വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാത്രം പാത്രവുമായിട്ട് വെള്ളം കോരാൻ പോകാതെ മാറി നിൽക്കുകയാണ്. മൂസാ നബി അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഈ പെൺകുട്ടികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജ, ഞങ്ങൾ മാറി നിൽക്കുന്നേ. അപ്പം മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ വാപ്പയുണ്ട്, രോഗിയായിട്ട് കിടക്കുക, പ്രായമുള്ള മനുഷ്യനാ, വേറെ ആരുമില്ല, ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ വെള്ളം കോരാൻ? അങ്ങനെ ഈ പാത്രവുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം പോയി. വലിയ ആരോഗ്യമുള്ള പ്രവാചകനാ. പോയിട്ട് വെള്ളം കോരിക്കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഈ 2 പെൺകുട്ടികളും തിരിച്ചു വീട്ടിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാം നാട് വിട്ട് അന്യരാജ്യത്തേക്ക് പോയതാ. മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറി ഇരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, നീ അല്ലാതെ ആരുമില്ല അല്ലാ, നീ എന്നെ സഹായിക്കണേ അല്ലാ. മൂസാ നബി ആ മരത്തിന്റെ ചുവട്ടിൽ ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴായി 2 പെൺകുട്ടികൾ വരുന്നു. നിങ്ങളെ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ വെള്ളം കോരാൻ സഹായിച്ചല്ലോ, ആ സഹായിച്ചതിന്റെ പ്രതിഫലം തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അവര് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടാ, ഞങ്ങൾ പുറകെ നിന്ന് വഴി പറഞ്ഞു തരാം. സാധാരണ മുമ്പിലല്ലേ പോണ്ടത്. പക്ഷെ ആ പെൺകുട്ടികൾ എന്തു പറഞ്ഞു? ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. ഇത് ഖുർആൻ പറഞ്ഞ കഥയാ, ഞാൻ പറഞ്ഞല്ല. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ പെൺകുട്ടികൾ കൊണ്ടുപോയി, വാപ്പാടെ മുന്നിൽ കൊണ്ടുപോയി. ആരായിരുന്നു വാപ്പ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്കാ കൊണ്ടുപോയത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, 2 പെൺകുട്ടികൾക്ക് കുടിക്കുന്നതിന് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തപ്പോ അള്ളാഹു ആ പ്രവാചകന് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയൂ? അള്ളാഹു കൊടുത്ത പ്രതിഫലം. പള്ളിക്ക് കൊടുക്കാൻ പറയുമ്പോൾ, ആർക്കെങ്കിലും ഒരു 5 നയാ പൈസ സദക്ക കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കാത്തവന്മാർ പഠിച്ചോണം. ജോലിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നില്ലേ? കച്ചവടമില്ലാതെ നടക്കുന്നില്ലേ? സമാധാനമില്ലാതെ നടക്കുന്നില്ലേ? ബറക്കത്തില്ലാതെ നടക്കുന്നില്ലേ? അതിനുള്ള വഴിയാ പറയണേ. മൂസാ നബി അലൈഹിസ്സലാമിനെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ 2 പെൺമക്കളിൽ ഒരു മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. സാലിഹത്തായ ഭാര്യയെ കിട്ടി. ഒരൽപ്പം വെള്ളം കോരി കൊടുത്തതേ ഉള്ളൂ. അള്ളാഹു കൊടുത്ത പ്രതിഫലം സാലിഹത്തായ ഒരു പെണ്ണിനെ, ഒരു പ്രവാചകന്റെ മകളെ തന്നെ ഭാര്യയായിട്ട് കിട്ടി. 2, 9, 10 വർഷക്കാലം ജോലിയും കിട്ടി. എന്തു ചെയ്തപ്പോ? സദക്ക കൊടുത്തപ്പോ. ഇനി ഇതിനേക്കാളും വലിയ തെളിവൊന്നും എനിക്ക് പറയാനില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറയാൻ പോലും നിന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഞാൻ എന്തു പറയാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സദക്ക. വെറുതെ അല്ല. നീ ഇട്ട് പോകുന്ന 10 ആകട്ടെ, 5 ആകട്ടെ, 1 രൂപയാകട്ടെ, അതിനകത്തൊരു ബർക്കത്തുണ്ട്. അതുകൊണ്ടാ ചെയ്യാൻ പറഞ്ഞ നഷ്ടമില്ലാത്തൊരു കച്ചവടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നിന്റെ മുൻകാമികൾ ആദ്യമായിട്ടൊരു തേങ്ങയാണെങ്കിലും, ഒരു കോഴിയാണെങ്കിലും, ഒരു വാഴയാണെങ്കിലും അതിലൊരൽപ്പം അള്ളാഹുവിൻ്റെ പള്ളിക്ക് കൊടുത്തിരുന്നത് വെറുതെയായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി അത് സദക്ക കൊടുക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഉണ്ടോ? ഇനിയെങ്കിലും ഒന്ന് പോക്കറ്റിൽ കൈയിട്. ഇപ്പോഴല്ലേ പഠിച്ചേ? ഇത്രയും നാൾ നിനക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ സദക്കയുടെ പ്രതിഫലം പറഞ്ഞു. ഉസ്താദെ, ഇന്ന് വരെ ഉള്ളതൊക്കെ പോകട്ടെ, ഞാൻ കടയും തുടങ്ങി, കച്ചവടം തുടങ്ങി, എല്ലാം തുടങ്ങി. പടച്ചോനെ, ഇനിയെങ്കിലും എനിക്കൊന്ന് നേരെയാകണം, ഇനിയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണം. അതിനുള്ള ഒരു മാർഗം ആലോചിക്കരുത്, പോക്കറ്റിനകത്ത് നോക്കരുത്. അള്ളാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക്. പടച്ചോനെ, ഇനിയെങ്കിലും നീ എനിക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. വീട് വെച്ചപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, കച്ചവടം തുടങ്ങിയപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല, വണ്ടി എടുത്തപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് റബ്ബെ ഞാൻ ഈ നന്മ അറിയുന്നത്. അറിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ നിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു സദക്ക. ഇൻഷാ അല്ലാ ബക്കറ്റ് എടുത്തുകൊണ്ട് ഓടിവാ. ഇൻഷാ അല്ലാ സ്റ്റേജിൽ കയറി ആദ്യം വാങ്ങ്.
പിന്നെ ഇറങ്ങിക്കോ പുറത്തോട്ട്. അൽഹംദുലില്ലാ, ബറക്കത്ത് വേണ്ടവർ കൈയിട്ടോ. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് നീ കൊടുത്ത തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവെ നീ മനുഷ്യന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അള്ളാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടും. കയ്യിൽ വെച്ചിട്ട് നീ ഉറക്കം നടിച്ച അപ്പോഴും മലക്ക് ദുആ ചെയ്യും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ ഉള്ള. ഈ ഉള്ളത് കൂടെ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റഹീമായ അല്ലാ, ദയാലുവായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, ആരെല്ലാം പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, നിലനിർത്തി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങളില് അവിടെ നിന്ന് ബർക്കത്ത് വേണോ, ആ ബർക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ തന്നെ ഏൽപ്പിക്കലാ. അവിടെ നിന്ന് ദുആ ചെയ്തുകൊണ്ട് വേണം നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്ന, നീ അറിവുള്ളവരോട് ചോദിക്കണേ, നീ മുശാവറ ചെയ്യണേ, നീ മുശാവറ ചെയ്യണേ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി നേടണേ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അവിടെ നിന്ന് സദഖ കൊടുക്ക്, പാവങ്ങളെ സഹായിക്കൂ, യതീമീങ്ങളെ സഹായിക്കൂ. ആർക്കെങ്കിലും 5 നയാ പൈസ നിന്റെ കണ്ണിന്റെ മുന്നിൽ എത്രയോ രോഗികളെ കാണുകയാ. പടച്ചവനെ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, യതീമായ മക്കളെ കാണുമല്ലോ, വിധവകളെ കാണുമല്ലോ, രോഗികളെ കാണുമല്ലോ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാവങ്ങളെ നീ കാണുന്നവരാട്. ഒരു നേരം അവർക്ക് നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ ഇതിനേക്കാളും വലിയ പുണ്യം ഏതാവുള്ളത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇബ്രാഹിം നബിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഇബ്രാഹിം നബി ഭക്ഷണം കഴിക്കാറില്ല. എപ്പോ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ തന്റെ സുപ്രയിൽ കൊണ്ടുവന്നിരുത്തുമായിരുന്നു. പടച്ചവനെ, എവിടെന്നെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. അതാ ചരിത്രം പറയുകയാ, ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചപ്പോ തന്റെ കൂടെ ഇരുന്ന് തിന്നാനൊരു പാവപ്പെട്ടവരെ കാണാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിലോമീറ്ററുകളോളം ഒരു പാവപ്പെട്ടവനെ തെരഞ്ഞു നടക്കുകയാ. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരു നേരം തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യനെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. എന്നിട്ട് നിറകണ്ണുകളോട് ആളെ കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് വീടിനകത്ത് കടന്നു വന്നപ്പോഴാണ് വീടിനകത്ത് വീടിനകത്തിരിക്കുന്ന മലക്കുകൾ പറഞ്ഞു കൊടുത്തു, നബിയേ, അല്ലാഹുവിനൊരു ഖലീലുണ്ട്, അല്ലാഹുവിനൊരു ഖലീലുണ്ട്. ആ ഖലീലിനോട് പറയാൻ അല്ലാഹു പറഞ്ഞു വിട്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളില് പടച്ച റബ്ബ് നിനക്ക് ബർക്കത്ത് ചെയ്യണോ, അല്ലാഹു നിലനിർത്തി തരണോ. അതിനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? നീ അല്ലാഹുവിന്റെ തൃപ്തി നേടണേ. അല്ലാഹുവിന്റെ തൃപ്തി നേടാനുള്ള വഴി എന്തെന്നറിയുമോ? നീ സദഖ ചെയ്താ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ.